ഹലോ ഗൈസ്, നമുക്കിന്ന് ചാള തക്കാളി ഇട്ട് തിളപ്പിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് ചാള തക്കാളി ഇട്ട് തിളപ്പിച്ച് വെക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറികളിലൊന്നാണത്, തക്കാളി ഇട്ട് ചാള തിളപ്പിക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി ചാള ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നല്ല നെയ്യുള്ള നല്ല വലിയ ചാളയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല പച്ച ചാളയാണ്. ഓക്കെ, നമുക്കതിനെ നന്നായി കഴുകിയെടുക്കാം. ചോരവെള്ളമെന്ന് തോന്നണം, കളറാണെന്ന് അറിഞ്ഞുകൂടാ. ചോരവെള്ളമാണെന്ന് വിചാരിച്ചങ്ങ് വിശ്വാസമുള്ളിടത്തുനിന്നേ മേടിക്കാറുള്ളൂ. എന്നാലും ഓരോന്നേ കേൾക്കുന്നുണ്ടേ. ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ചേക്കിളൊന്ന് നോക്കാം അല്ലേ. കുഴപ്പമില്ല തോന്നുന്നു. പുറമേ കാരണം അത്ര ചോര ഒഴുക്കുന്നും തോന്നാനില്ല, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നണം. എൻ്റെ കണ്ണൊന്നും കുഴപ്പമില്ല. കണ്ട, നല്ല മീനാണ്. അത് മാത്രമല്ല അതിൻ്റെ പുറം കണ്ട നല്ല പച്ച നല്ല. നമുക്കിതിനെ ചെതമ്പൽ കളഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ചെത്തുന്ന ഇതുണ്ടല്ലോ, ഈ വശം കൊണ്ടാണ്. അപ്പം ഇതിന് ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് അതിങ്ങനെ പിടിച്ച് ചെത്തി കാണിച്ചു തരാൻ പറ്റാത്തത്. ഞാനിപ്പം ഇങ്ങനെ വെച്ച് ഇതിന് കണ്ടോ, ഈ വശം കണ്ടോ, ഈ വശം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇതാക്കി കൊടുക്കണം. കണ്ട, നമ്മുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ പിടിന്ന് പോരും. ഇത് കണ്ട, ഇത് വെച്ച് ഇങ്ങനെ ഇത് വേഗം പിടിന്ന് കഴിയും. ഇപ്പം എനിക്ക് ഒരു കൈ പോലും പിടിക്കാഞ്ഞിട്ടാണെങ്കിൽ പോലും അതിൻ്റെ ചെതുമ്പിൽ നന്നായിട്ട് പോരുന്നുണ്ട്. കണ്ടോ, ആ മാങ്ങയൊക്കെ ചെത്തുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. നല്ല പെട്ടെന്ന് ചെതുമ്പൽ കളയാൻ പറ്റും. കണ്ടോ, ഞാനിതെല്ലാം അതുപോലെ കളഞ്ഞെടുക്കട്ടെ. ഓക്കെ, എനിക്ക് മീൻ ക്ലീൻ ചെയ്യുമ്പോൾ 3 ആയുധമാണ് വേണ്ടത്. ഒന്നിത്, ഈ വശം കൊണ്ട് ചെതുമ്പൽ കളയും, ഈ വശം കൊണ്ട്. ഇത് കുറേ കൂടി സ്പീഡാണേ. പിന്നെ ഇതിൻ്റെ മുള്ളൊക്കെ വെട്ടാനായിട്ട് ഞാൻ ഈ കത്രികയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തല ഇങ്ങനെ ചേക്കുകളുടെ അവിടെ നിന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ എനിക്ക് കത്തിയും വേണം. ഇങ്ങനെ 3 ആയുധം കൊണ്ടാണ് ഞാൻ മീൻ മുറിക്കാൻ നിൽക്കുന്നത്.
നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. ചില ആളുകൾക്ക് ഭയങ്കര സ്പീഡായിരിക്കും, ഒരൊറ്റ കത്തി മതി പിടിപിടാന്ന് അങ്ങ് ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്താണ് എടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ ചളുങ്ങി പുളി അങ്ങനെ പോവും. തുറന്നു തരാം കേട്ടോ. റോക്കിക്ക് ഞാനിവിടെ കിച്ചൺ അടച്ചിട്ടേക്കണോണ്ടേ റോക്കിക്ക് പുറത്തേക്ക് പോകാൻ ചോദിക്കുവാണ്. ഇവിടെ റോക്കി ചുന്ദരൻ തലയിൽ ഇതെന്തോന്നൊക്കെ ആക്കിയേക്കണത്. ബാ തുറന്നു തരാം കേട്ടോ. നമുക്കിനി ഉപ്പിട്ടൊന്ന് ചട്ടിയിൽ ക്ലീൻ ചെയ്യാനെടുക്കാം. ഇതിനിങ്ങനെ നന്നായി ഇങ്ങനെ ഉപ്പിലിട്ട് അതിൻ്റെ ആ വഴുവഴുപ്പ് പോവാനായിട്ടാണ്. ഉപ്പിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോകും. നല്ലോണം കഴുകണം. ആ തേച്ചെടുത്തതിൻ്റെ ഉളുമ്പൊക്കെ പോകണമെങ്കിൽ, ഉപ്പിട്ട് നമ്മൾ ക്ലീൻ ചെയ്തല്ലോ അതിൻ്റെ ഉളുമ്പ് പോകണമെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടാവും ആ നോള പോലെയുള്ളത്. നല്ലോണം പല പ്രാവശ്യം കഴുകണം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നന്നായിട്ട് പിടിക്കാവുന്ന പോലെ മിക്സ് ചെയ്യണേ. നമുക്കിത് ഒരു കണ്ടെയ്നറിലായിട്ട് നിറച്ച് ഫില്ല് ചെയ്ത് ഫ്രീസറിൽ വെക്കാം. കണ്ടോ?
കണ്ടോ? ഇതിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കും. പിന്നെ ഞാൻ അടുത്ത ദിവസം കറി ആക്കാൻ നേരത്താണ് ഇതെടുക്കുന്നത്. ഓക്കെ. ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ആദ്യം സവാള അരിഞ്ഞെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് 1/2 സ്പൂൺ. അടുത്തതായി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. വട്ടം കണ്ടോ? ഇങ്ങനെ അരിയാം. ഇങ്ങനെ അരിഞ്ഞാൽ മതി. സവാള നന്നായി മൂത്ത് വരും കേട്ടോ. നമുക്കിതിലേക്ക് വേപ്പില, പച്ചമുളക് ചേർക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒന്നും കൂടി മൊരിഞ്ഞേക്കട്ടെ. നല്ലതായിട്ട് മൂത്ത് വരട്ടെ. നല്ല ടേസ്റ്റ്, അതിൻ്റേതായ ഒരു മൂത്ത് കഴിയുമ്പോൾ ഒരു മധുരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർന്ന് വരുമ്പോൾ തക്കാളിയും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഗരം മസാലയുടെ കൂട്ടുണ്ട്, പിന്നെ പറയാം, ഇതിൻ്റെ ശബ്ദം വന്നപ്പോഴത്തേക്ക് ഒരു മിനിറ്റ്. അതിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ വെളുത്തുള്ളി, കറിയാമ്പ്, പട്ട, ചെറുചീരകം, കുരുമുളക്, പിന്നെ ഉലുവ, ഇത്രയും നാരങ്ങ, ചെറുനാരങ്ങ നീര്, ഇത്രയും ചേർന്നിട്ടുള്ള പേസ്റ്റാണ് അത് കേട്ടോ. അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മളതുകൊണ്ട് ഇതിൽ വേറെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിലുണ്ട്. നന്നായി അതിൻ്റെ പേസ്റ്റല്ലേ, അപ്പം അതിലെ ജലാംശം നന്നായിട്ട് വറ്റട്ടെ. അതുവരെ നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം. കണ്ടോ, അത് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കട്ട പോലെ വരുന്നത്. അതതിൻ്റെ കറക്റ്റ് പാകമാകുമ്പോഴാണ്, മൂപ്പ് കറക്റ്റ് ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. കണ്ടോ, വെള്ളമൊഴിച്ച് മസാല നനച്ച് കുതിർത്തി എടുക്കുന്നതിൻ്റെ എല്ലാം ഇങ്ങനെ വരും നന്നായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. തിളപ്പിച്ച ആറിയതും ആവാം, ചൂടും ആവാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. കണ്ടോ, തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അത് അവിടെ കിടന്നൊന്ന് ആ തിളച്ച വെള്ളത്തിന് ഒരു ചെറിയൊരു പുളിയൊക്കെ വരട്ടെ. ഇതവിടെ കിടന്ന് തന്നെ തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിന് പുളി വരുമല്ലോ. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചാള ഇട്ട് കൊടുക്കാം. ചാള ഞാൻ ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, ഉപ്പും മുളകൊക്കെ അതിൽ പിടിച്ചതായതുകൊണ്ട്. ഉണ്ടോ? ഇതൊക്കെ ആ തക്കാളിയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് നികക്കിയിട്ടാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ആ ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി കുറുകൽ വേണം, ചെറുതായിട്ട്. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും, വെള്ളം കൂടിപ്പോയാൽ. കണ്ട, ഇതിന് മീറ്റിൻ്റെ വെള്ളവും എല്ലാം വരുമല്ലോ, തക്കാളിയുടെ വെള്ളം, നമ്മൾ ഒഴിച്ച വെള്ളം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിലിരുന്ന് വെന്താൽ മതി. തീ നമുക്ക് കുറച്ച് വെക്കാം. നമുക്ക് മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീനാകുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം, അല്ലെങ്കിൽ അതെല്ലാം പൊടിയും. പതുക്കെ പതുക്കെ നടുക്കൊണ്ടുവന്ന് ഇങ്ങനെ ഇളക്കണം. ഇങ്ങനെ കോരി ഇങ്ങനെ ഇളക്കരുത്, ഉണ്ടോ? ഇങ്ങനെ പതുക്കെ ഇളക്കണം. വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ല തളതളാന്നായി. കണ്ടോ, ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നല്ല മണവും വരുന്നുണ്ട് ആ ചാറിൻ്റെ കേട്ടോ. ഇതിൽ കറിയാമ്പ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ, മസാലയുടെ ആ കൂട്ടിൽ. ഈ ചാള തിളപ്പിക്കുന്നതിൽ മെയിനായിട്ട് കറിയാമ്പാണ് ഇടുന്നത്. അധികം ഇടില്ല, 1 or 2 മാത്രം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ചാറ് കറിയാണ്. നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും, വീണ്ടും കഴിക്കണമെന്ന് തോന്നും, പ്രത്യേകിച്ച് തക്കാളിയും കൂടി ആയതുകൊണ്ട്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് എനിക്ക് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ കൂടുതൽ വിഭവങ്ങളുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.